നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇച്ചിരി ആക്റ്റീവ് കുറവാണ്. അത് എന്തോ ഒരു വേണ്ടായക പോലെയാണ്. എന്നാലും നിങ്ങളെ കൂട്ടുകാരെയൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ വിഷമമാവുമല്ലോ എന്ന് കരുതി ദിവസവും അതിനകത്ത് കയറി നോക്കും. ഓരോ പോസ്റ്റൊക്കെ ഇടും. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ചിലർ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഞാനീ മുകളിലേക്ക് ഒരു 2 പാനൽ വെച്ചത് ഒരിക്കലും ഞാൻ വീഡിയോ ആയി നിങ്ങളെ കാണിച്ചിരുന്നു, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാനൽ, സോളാർ പാനൽ, അത് എന്ത് വിലയായും യൂസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്ത് വിലയായി എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് ഒരാളോട് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. എന്ത് വിലയായി? ഒരു പാനലിൻ്റെ വില മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. കാരണം ഒരു പാനൽ, ഇപ്പം ഞാൻ മേടിച്ച പാനൽ 55 വോൾട്ടിൻ്റെ ആണ്. അതിന് വലിയ വിലയൊന്നുമില്ല, ചുരുങ്ങിയ വിലയാവുള്ളൂ. ആ വിലയ്ക്ക് ഒരു പാനൽ മേടിച്ചാൽ മതിയോ? പോരാ. ഒരു 1500 രൂപയിൽ താഴെ ഒരു പാനൽ കിട്ടുമെങ്കിൽ അത് മേടിച്ച് അവിടെ കൊണ്ട് വെച്ചാൽ സംഖ്യ തീരുമല്ലോ. ഒരു പാനൽ, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനത് മേടിക്കുന്നത് അങ്ങോട്ട്. കാരണം ഒരു സുഹൃത്ത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി, 55ൻ്റെ ഒരു പാനൽ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടാവശ്യത്തിന് മുഴുവനും കാര്യങ്ങളായല്ലോ എന്ന്. കാരണം അത് ആ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണാനുള്ള ഒരു സൂത്രവിദ്യ മാത്രമാണ്. കാരണം കൂടുതൽ ആൾക്കാർ അത് എന്താണെന്ന് ആകാംക്ഷയോടോ ഇത്രയൊക്കെ ഉള്ളൂ എന്നോർത്ത് കാണും. അപ്പോൾ അതിന് പൂർണ്ണ വിവരം അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടൊരു ഹെഡിങ് ഒക്കെ തുറന്നങ്ങ് പറയുവാണ്. ഞാനും അങ്ങനെ മേടിച്ചു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഒരു പാനൽ മേടിച്ചാലെന്താണ്. ഒരു 55ൻ്റെ ഒരു പാനൽ ഓൺലൈനിൽ വരുത്തി അത് വെച്ചു കഴിഞ്ഞപ്പോഴേ അതിനൊരു ബാറ്ററി വേണമല്ലോ. അപ്പോൾ ഒരു ബാറ്ററിയുടെ അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഞാനതിനൊരു 12 AH-ൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് വാങ്ങിയത്. 12 AH-ൻ്റെ ബാറ്ററി, 12 ആമ്പിയർ 12 AH-ൻ്റെ ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുമോ? ഇല്ല, അത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അറിയാത്ത കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കാശ് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അറിയാത്ത കാര്യമാണ് ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും ഈ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കും ആ അബദ്ധങ്ങളൊന്നും പറ്റരുതല്ലോ. അപ്പം നമുക്കത് എന്നിട്ട് ഇത് എത്ര എണ്ണത്തിന് കിട്ടും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തേക്കുന്നത് ഒരു 32 AH-ൻ്റെ ബാറ്ററി മേടിച്ച്, പഴയ ബാറ്ററി മേടിച്ച് വെച്ച് മുഴുവൻ വീട്ടിലെ മുഴുവൻ ലൈറ്റും കത്തിക്കുന്നതായിട്ടൊക്കെ കാണുന്നത്. അപ്പം ഞാനും മേടിച്ചുകൊണ്ട് വന്ന ഒരു പഴയ ബാറ്ററി 32 AH-ൻ്റെ ആണ്. 32, 36 ഇങ്ങനെയായിരുന്ന ഒരു കണക്കിലാണ്. അത് പഴയതാണ്. കൊണ്ട് വെച്ചു. കുഴപ്പമൊന്നുമില്ല. അത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ 3-4 ബൾബ് കത്തിക്കാം. TV വർക്ക് ചെയ്യും. മറ്റേ വൈഫൈ മോഡത്തിൻ്റെ ഇത് വർക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൈഫൈ എപ്പോഴും കിട്ടണം, കറണ്ട് പോയാലും കിട്ടണം, മൊബൈൽ റീചാർജ് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ ആവശ്യം, ന്യായമായ ഒരാവശ്യം. അതിന് എത്ര കറണ്ട് വേണം എന്നറിയണ്ടേ? അതറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലം മാത്രമാണ്. ഇവിടെ പൊതുവെ ഒരു വേനൽക്കാലം ഇക്കൊല്ലം കുറവായിരുന്നു. അപ്പം ഞാനിത് മേടിച്ച് വെച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 3-ാമത്തെ ദിവസം മഴയാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ ശരിയാണ്, TV ഒക്കെ വർക്ക് ചെയ്യും. പിന്നെ ഒത്തിരി നേരം പകലൊക്കെ അങ്ങനെ രാത്രിയൊന്നും വർക്ക് ചെയ്യാമല്ലോ കേട്ടോ. പകലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഒത്തിരി നേരം ഒന്നും കിട്ടിയല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ബാറ്ററി മാത്രമല്ല, പാനലിനും പവർ വേണം. ഇങ്ങനെ പിന്നെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പാനൽ 55 പോരാ എന്ന് എനിക്ക് തോന്നി. ഞാനൊരു 55ൻ്റെ കൂടെ മേടിച്ചു വെച്ചു. അങ്ങനെ 110ൻ്റെ മേടിച്ചപ്പോഴേക്കും നമുക്ക് കറണ്ട് കൂടുതൽ വരാൻ തുടങ്ങുന്നപ്പോഴേക്കും എൻ്റെ ആ ബാറ്ററി, ഞാൻ മേടിച്ച് 32ൻ്റെ ബാറ്ററിയിലേക്ക് ചാർജ് ആകാണ്ടായി. കാരണം ആ ബാറ്ററി
വീക്കായിപ്പോയി, ബാറ്ററിക്ക് എന്തോ തകരാറ് പറ്റിപ്പോയി. അപ്പോൾ അത് കൊണ്ട് കൊടുത്തു പോട്ടെ. ഞാൻ എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 12 AH ഒരു ആദ്യം മേടിച്ച ലെഡ് ആസിഡ് ബാറ്ററി 12 AH അല്ല കേട്ടോ, 4 AH 4.5 ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഞാനൊരു ബാറ്ററി മേടിച്ചത് ലിഥിയം ബാറ്ററി. അത് 12 ആംപിയർ അല്ല 12 വോൾട്ട് 12 AH ആയിരുന്നു. അതും കൂടെ മേടിച്ച് വെച്ചപ്പോഴും എനിക്ക് എൻ്റെ ഉപയോഗം ശരിക്കും 2 ബൾബ് കത്തിക്കണം, ഇത് വൈഫൈയുടെ ഇൻവേർട്ടർ കുത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. TV കാണണം, അതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലിത് പോരാ, ബാറ്ററി പോരാ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുറച്ച് നേരമൊക്കെ കണ്ടു കഴിയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ TV കണ്ടു കഴിയുമ്പോഴേക്കും അതിൻ്റെ പണിയൊക്കെ തീരുവാണ്. അപ്പോൾ അത് പോരല്ലോ. അപ്പോൾ വീണ്ടും ഞാനൊരു 10 ബാറ്ററി മേടിച്ച് സ്വന്തമായിട്ട്, അതിനിടയ്ക്ക് ഈ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് എങ്ങനെ ഒരു ഗുണം കിട്ടി കേട്ടോ. സ്വന്തമായിട്ട് ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഒന്ന് ഉണ്ടാക്കി, അതും ഒരു 10 ബാറ്ററി 2000 mAh അങ്ങനെ ഏതാണ്ടാണ്, അതിന് കൃത്യ AH ഒന്നും അറിയത്തില്ല. ഒരു ബാറ്ററിയുടെ 3.7 ബാറ്ററി ഇത് ഉള്ളത്. അപ്പോൾ അത് 10 എണ്ണം മേടിച്ച് ജോയിൻ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോളറിങ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. കുറച്ച് ആദ്യമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ അത് ഷോർട്ടാവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പണിയാണല്ലോ. അപ്പോൾ അതും കൊണ്ട് ആയപ്പോഴേക്കും എനിക്ക് ആവശ്യം എൻ്റെ 3-4 ബൾബ് കത്തും. എനിക്ക് പകൽ വേണമെങ്കിൽ ഒരു 10 മണി മുതൽ 3 മണി വരെയൊക്കെ TV കാണാം. കൂട്ടത്തിൽ ഫുൾ ടൈം വൈഫൈയുടെ ഇൻവേർട്ടർ കുത്തിയിടാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാനത് നമുക്ക് നോക്കാം, ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലും മൊബൈലൊക്കെ റീചാർജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് എനിക്കൊരു ഗുണകരമായി എന്ന് തോന്നി. അപ്പോഴത്തേക്ക് ഇത് എത്ര ആയെന്നറിയാമോ? ബാറ്ററിയുടെ അളവ് ഈ 2-3 എണ്ണം കൂടെ കൂടിയപ്പോഴേക്കും 10-38 അല്ലെങ്കിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4-യും പിന്നത്തെ 12-ഉം AH ആണ്, പിന്നത്തെയും ഏതാണ്ട് 18 AH വരും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി എത്ര വരുമോ അത്രയും അളവിൽ വോൾട്ടേജ് കിട്ടിയപ്പോൾ ഇതൊക്കെ നടക്കാൻ തുടങ്ങി. കറണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാനിത് പറഞ്ഞു വരുന്നത്. ഇത് ചോദിച്ച കൂട്ടുകാരോട് ഒരു പാനൽ മേടിക്കുന്ന, എൻ്റെ പാനലിൻ്റെ വില പറഞ്ഞാൽ അവരും പോയി മേടിച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞു പറ്റിച്ചത് പറയട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും വിലയൊന്നും കൃത്യമായി പറയാൻ പറ്റുകയില്ല. കാരണം അതിന് ഒരു വില പറയുക എന്നുള്ളത് അതിൻ്റെ പാനൽ മാത്രം പോരല്ല. പാനൽ മേടിക്കണം, അതിൻ്റെ സോളാർ റീചാർജ് ചെയ്യാനുള്ള സോളാർ റീചാർജർ വാങ്ങണം, അതിൻ്റെ ഇൻവെർട്ടർ വാങ്ങണം. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ മിനി ഇൻവെർട്ടർ മതി കേട്ടോ. ചെറിയ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് 2-3 ബൾബൊക്കെ കത്തിക്കാനോ, അല്ലെങ്കിൽ ഒരു വൈഫൈ മോഡം പോലുള്ള അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സൊക്കെ മാത്രം ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ ഇത് മതി. ഒരു എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അതാണ് ഒരു മതി. എനിക്കും അതാണ് ഒരു ഇതൊക്കെ മതി. 2 ബാറ്ററിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ വേണം, റീചാർജ് ചെയ്യുമ്പോൾ ഈ ഇൻവെർട്ടർ, ചെറിയ ഇൻവെർട്ടർ മതി. ഞാനൊക്കെ അത് ഇൻവെർട്ടറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മിനി ഇൻവെർട്ടർ. അത് 2 മേടിച്ചു. ആദ്യത്തെ 2 അടിച്ചു പോയി. മേടിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ പോയി, 2 മാസം കഴിഞ്ഞപ്പോൾ, അങ്ങനെ 3-ാമത്തെ അപ്പോൾ ഉള്ളു. അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ വേണം, അതിന് എത്രയൊക്കെ രൂപയാകുമെന്ന് പറയണേ, എന്തൊക്കെ വേണം, എത്ര ലൈറ്റ് കത്തണം, വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണം, മിക്സി വർക്ക് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ 3-4 ബൾബേലും കത്തണം, ഒരു ഫാനേലും കറങ്ങണം, അല്ലെങ്കിൽ TV വർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവരാണ് എങ്കിലേക്ക് അതിന് കുറച്ച് കൂടുതൽ പൈസയൊക്കെ ആകുക. അപ്പോൾ അതിന് ഈ 55-ൻ്റെയും 100-ൻ്റെയും ഒന്നും പോരാ. അത് അപ്പോൾ ഈ 550-നും 450-എന്നൊക്കെ പറയുന്ന പാനൽ വോൾട്ടുള്ള പാനലുകളൊക്കെ 1-2 മേടിക്കണം. 100-150 AH-ൻ്റെ ബാറ്ററികളൊക്കെ 2 ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതിന് വയറ് വേണ്ടി വരും. വില കൂടുതലാണ്. ഈ നമുക്ക് DC വയറൊക്കെ മേടിക്കുന്നതിന് DC വയറാണ്
പറയപ്പെടുന്നത്. അപ്പോൾ പാനലിൽ നിന്നിട്ടുള്ള DC വയർ ചെയ്യണതിൽ ഒക്കെ അതിന് വില കൂടുതലാവും. പിന്നെ കൂടുതൽ ചെയ്യുമ്പോഴേക്കും നേരത്തെ ഞാൻ പറഞ്ഞ മിനി ഇൻവെർട്ടർ പോരാ, അതിന് MPPT തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വില കൂടിയ ഇൻവെർട്ടർ കൺവെർട്ടറൊക്കെ വേണ്ടി വരും. അതിന് PWM DM എന്നോ അങ്ങനെ MPPT എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ BMW ആണെങ്കിൽ വിലക്കുറവാണ്, ചെറിയ സാധനമാണ്. മറ്റേതാണെങ്കിൽ 500 രൂപ താഴെ വരും. മറ്റേതിനാണെങ്കിൽ ഒരു 1500, 2000, ഇങ്ങനെ 1500 പോട്ടെ, 15,000, 20,000, 25,000 അങ്ങനെ മുകളിലോട്ട് പോകും MPPTയുടെ വില. അപ്പോൾ അതാവും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വെക്കണം എന്നുള്ളവർ അങ്ങനെ വിലയൊക്കെ കൂട്ടി അതറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ വെക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം, അറിയണം കാര്യങ്ങൾ. എത്ര കിട്ടും, എനിക്ക് ഇത്രയും എത്രയാവും. അത് 1-2 വെച്ചിട്ടുള്ള ആൾക്കാരോട് ഇനിയും പോയി അന്വേഷിക്കണം. വെക്കുന്ന അതായത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരോട് സംസാരിക്കണം. ഇത് ചെറിയ പാനലൊക്കെയാണ് നമുക്കൊരു 100-200ൻ്റെയൊക്കെ പാനലുകളൊക്കെ 200 വോൾട്ടിൻ്റെയൊക്കെയാണ് നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളത്. വീഡിയോയൊക്കെ കണ്ടാൽ മതി. അല്ലാതെ വലിയ പാനലൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ കാണാറുണ്ട് 1K, 2K, 3K എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ടെക്നീഷ്യന്മാർ, അതിൻ്റെതായ സോളാർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവരുടെ ഓർഡർ കൊടുത്താൽ അവർ തന്നെ വന്ന് ചെയ്ത് നമുക്ക് എത്ര വേണം കണക്കൊക്കെ എടുത്ത് പോയി ചെയ്തു തരും. അപ്പോൾ അവിടെയും ചിന്തിക്കേണ്ടത് എന്തൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB സർക്കാരിൻ്റെ പിരത്തിൽ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഇവിടെ 2-3 കൂട്ടർ അങ്ങനെ ഒരു വലിയ പാനലൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് 3Kയുടെ ഒക്കെ പാനലുകൾ ചെയ്യുന്നുണ്ട്. അത് ഓൺ ഗ്രിഡാണ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, KSEBയിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ 2-3 മാസമൊക്കെ, ചിലപ്പോൾ 4 മാസമൊക്കെ ഇവിടെ വെയിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് വിൽക്കാനൊന്നും ഈ പറയുന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴക്കാർ വന്നും പോയി, ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴക്കാർ വരും, ഇങ്ങനെയൊക്കെ ആ രീതിയിൽ പോകുമ്പോൾ വിൽക്കാനൊക്കെ കിട്ടുന്നത് കഷ്ടിയായിരിക്കും. നമ്മൾ അങ്ങോട്ട് കാരണം അത് വിൽക്കാൻ വളരെ കുറഞ്ഞ അളവിലൊക്കെ കാണുള്ളൂ സാധനം. അത് മാത്രമല്ല, അത് കറണ്ട് ഒരു ദിവസം അവരിപ്പം ചപ്പൊക്കെ വെട്ടാനൊക്കെ ആയിട്ട് ഓഫ് ചെയ്യില്ല, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ലൈനിൽ തരാറ് വരുമ്പോഴൊക്കെ ഓഫ് ചെയ്യും. അന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കറണ്ട് ഇല്ലാതെ ഇരിക്കേണ്ടത്. അപ്പം നമ്മളുടെ ഉദ്ദേശം നടക്കുകയല്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണം, മിക്സി, ഇതിനൊക്കെ കറണ്ട് വേണം. അപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഓൺ ഗ്രിഡ് വെച്ചിട്ട് കാര്യമില്ല, അതിന് ബാറ്ററി ഇല്ല. അതേസമയം ഓൺ ഗ്രിഡിൻ്റെ ഹൈബ്രിഡ് അത് വെക്കണം എന്നുള്ളതാണ് ഞാൻ പല വീഡിയോ. അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാറ്ററി ഉണ്ട്. അത് ലിഥിയം ബാറ്ററിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിൽപ്പനയും നടക്കും. കൂട്ടത്തിൽ ഈ രണ്ടും നമുക്ക് ആവശ്യം വരുമ്പോൾ കറണ്ട് ഒരു ദിവസം ഇല്ലാതെ ലൈൻ ഓഫ് ചെയ്താലും നമുക്ക് കറണ്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ ചെയ്താലേ അതുകൊണ്ട് ഈ വിൽപ്പനക്കാരായാലും വീട്ടിൻ്റെ ഉപയോഗത്തിനായാലും ചെയ്തവർക്ക് കാര്യമുള്ളൂ. പിന്നെ ചെറിയ ഉപയോഗത്തിന് ഇപ്പോൾ 10, 200, 300ൻ്റെയൊക്കെ പാനലുകൾ മേടിച്ച് വെച്ച് 2 ബൾബൊക്കെ ഫിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു TV ഒക്കെ കണ്ടാൽ മതിയെങ്കിൽ അതിനൊരു 200 വോൾട്ടിൻ്റെ പാനലൊക്കെ മതിയാവുമായിരിക്കും. 200, 250, അതിനൊന്നും ഈ പറയുന്ന വിലയൊന്നും ആകത്തോ. ഒരു 7,000, 6,000 രൂപയൊക്കെ പാനൽ. പിന്നെ അതിൻ്റെ ബാറ്ററിക്കൊക്കെ ഭയങ്കര വിലയാകുന്നത് കേട്ടോ. അത് നമ്മളിപ്പോൾ ഇവിടെയൊന്നും ലിഥിയം ബാറ്ററി അങ്ങനെ ഇപ്പം ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു ബാറ്ററി മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഇച്ചിരി കൂടിയ പാനലൊക്കെ. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ അത് ഇവിടെയൊന്നും കിട്ടാനില്ല. ഓൺലൈനിലുണ്ടെങ്കിലും അതിങ്ങോട്ടേക്കൊന്നും ഓൺലൈനുകാരും കൊണ്ടുവരുന്നില്ല. അത് ഡെലിവറിക്കാരില്ല എന്നാണ് കാണിക്കുന്നത്, ഡെലിവറി ഇല്ലയെന്ന്. പിന്നെ പോയിട്ട് ഇച്ചിരി അകലെയൊക്കെ പോയി സ്വന്തം മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വന്തമൊക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ. ഈ പറയുന്ന ഒരു വയറിങ് ചെയ്ത ആളെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറിങ് കൂടെ ചെയ്തു തരും. അത് വലിയ പണിയൊന്നുമില്ലാത്ത കാര്യമാണ്. അത് സെറ്റ് ചെയ്യാനൊന്നും ഈ പറയുന്ന വലിയ അറിയാനൊന്നുമില്ല. ബാക്കി വലിയ കൂടുതൽ എനർജി കറണ്ട് കിട്ടാനുള്ളതും ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്താൽ പറ്റിയാൽ അതിൻ്റെതായ ടെക്നീഷ്യന്മാർ ഇതെല്ലാം കൂടെ ഒരിടത്തുനിന്ന് മേടിക്കണം എന്നാണ് പറയപ്പെടുന്നത്. പല വീഡിയോ ചെയ്യുന്ന ആൾക്കാരും
ബ്ലോഗർമാരും അല്ലെങ്കിൽ ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഇടത്തുനിന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് തകരാറ് വന്നാൽ അത് ആ കുറ്റം മറ്റവനാകും ആയ സാധനം. ഇപ്പോൾ ആരുള്ള ഒരിടത്തുനിന്ന് വാങ്ങി ഈ MPPT വേറൊരിടത്തുനിന്ന് വാങ്ങി പിന്നെ അതിൻ്റെ ചാർജ് കൺട്രോളർ ഒരിടത്തുനിന്ന് വാങ്ങി ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അതിന് അവർ ഒരു തകരാറ് വന്നു കഴിയുമ്പോൾ അത് അവരുടെ കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ അന്വേഷിച്ച് അത് ഇവിടുന്നേലും ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും ഭംഗിയെന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. കാരണം അറിയുന്ന ഒരു ആളായിരിക്കണം, ടെക്നീഷ്യനായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് അതൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കി ചെയ്താൽ അതായിരിക്കും നല്ലത്. പിന്നെ ചെറിയ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 10 എന്തായാലും പൈസയാവും കേട്ടോ. അപ്പോൾ ഒരു 2000 രൂപ കൊടുത്ത് ഒരു പാനൽ മേടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിന് പിന്നെയും വേണം പൈസ, ബാറ്ററിക്ക് വേണം പൈസ. അത് ഈ പാനലിനേക്കാൾ ഇരട്ടി പൈസയൊക്കെ ആവും. ബാറ്ററി മേടിക്കണം, ചാർജ്. ഇപ്പം ഈ പറയുന്ന ചെറിയ പാനലാകുമ്പോൾ ചെറിയ ചാർജർ ഒക്കെ മതിയാവും. അതിനൊക്കെ വളരെ കുറഞ്ഞ പൈസയൊക്കെ ആവുള്ളൂ. ഞാനിപ്പോൾ ഒരു 20 ആംബിയറിൻ്റെ 10 ആംബിയറിൻ്റെ ഒക്കെയാണ് ചാർജറൊക്കെ വാങ്ങി വെച്ചേക്കുന്നത്. 200 വോൾട്ടിൻ്റെ മിനി കൺവെർട്ടറൊക്കെയാണ് വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പൈസ കുറഞ്ഞതേ ആവുള്ളൂ. ഒരു 500 രൂപ താഴെയായിട്ടൊക്കെ ഉള്ളൂ. രണ്ടും കൂടെ മേടിക്കുമ്പോഴേക്കും 1000 1500 രൂപയൊക്കെ ആവുള്ളൂ. പാനലിൻ്റെയും കൂടെ ആകുമ്പോൾ 10,000 എന്നാലും 17,000 രൂപയോളൊക്കെ വയറെല്ലാം കൂടെ വരുമ്പോഴേക്കും നിങ്ങളെ കണക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അവസാനം നോക്കുമ്പോൾ 10,000 രൂപയുടെ കണക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഈ പാനലിൻ്റെ വില എത്രയാണ് ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വില പറയുക. അത് പാനലിൻ്റെ വിലയായിട്ട് അങ്ങനെ പറയും. ഇത് നമ്മൾ മേടിച്ച പാനലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലല്ലേ അതിനൊരു പാനലിൻ്റെ വില അറിയാം. ഇതിപ്പോൾ ഒരു പാനൽ കൊണ്ട് മാത്രമായില്ലല്ലോ. ഒരു ബാറ്ററി വേണം, വയറ് വേണം, ചാർജർ വേണം, ഇൻവെർട്ടർ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. കാരണം ഇതിനെ കറണ്ടാക്കി എടുക്കട്ടെ. നേരിട്ട് ബാറ്ററിയിൽ നിന്നല്ലല്ലോ പോകുന്നത്. ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനും വേണമല്ലോ സോളാർ ചാർജർ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ അതല്ലാതെ ചെയ്യാം എന്ന് പറയുന്നു. ഞാനും അങ്ങനെയൊക്കെ നോക്കി ഒരു ഫാനൊക്കെ മേടിച്ച് കറക്കി നോക്കി. അതിപ്പോൾ അതിൽ വെയിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഇപ്പോൾ DC ഫാനൊക്കെ കറങ്ങും. നമുക്ക് DC ബൾബുകളൊക്കെ കത്തും. ഇതൊന്നും ഇല്ലാതെയും കത്തുമൊക്കെ ചെയ്യും, കത്തിക്കാനൊക്കെ പറ്റും പാനലിൽ നേരിട്ട്. പക്ഷെ അത് പകൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രം. വെയിലുണ്ടെങ്കിലും വെയിലുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ മേടിക്കുന്നവരൊക്കെ ഈ രീതിയിൽ ചിന്തിച്ച് അറിയുന്നവരോടൊക്കെ ചോദിച്ചിട്ട് വാങ്ങിയായിരിക്കും നല്ലത്. അല്ലാതെ ഒരു ചേട്ടനോടൊരു വില ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, അതിന് വലിയ വീര്യമായി പോയല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. ഞാൻ ഇത്രയായെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യം. ഇതിപ്പം എൻ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഒരു പാല് വാങ്ങി, അപ്പോൾ അതിനൊരു വയറ് വാങ്ങണം, കേബിൾ വാങ്ങണം. അങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സമയത്ത് വാങ്ങിയത് കൊണ്ടാണ് എനിക്ക് എത്ര പൈസയായെന്ന് കൃത്യമായിട്ട് അപ്പം ഒന്നിച്ച് പോകാത്തതുകൊണ്ട് അറിയാതെ വരികയാണ്. കാരണം കൃത്യമായിട്ടൊരു പൈസ ഒന്നിച്ചല്ല കൊടുക്കുന്നത്. പലപ്പോഴായിട്ട് പല സാധനങ്ങൾ വാങ്ങിയതാണ്. ആദ്യം അതിൻ്റെ ഒരു 10 ആംബിയറിൻ്റെ സോളാർ ചാർജർ വാങ്ങി, പിന്നെ അതിൻ്റെ ഒരു കൺവെർട്ടർ വാങ്ങി, പിന്നെ അതും കഴിഞ്ഞിട്ടാണ് സോളാർ വാങ്ങുന്നത്. ഇങ്ങനെ ഓരോരോ സാധനങ്ങളും ഓരോരോ സമയത്താണ് വാങ്ങിക്കുന്നത്. കാരണം അത് എൻ്റെ കയ്യിലെ കാശിൻ്റെ ഇതനുസരിച്ചാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിലയൊന്നും ആയെന്ന് തോന്നുകയില്ല. കണക്ക് കൂട്ടി കഴിയുമ്പോഴേക്കും മൊത്തം ഒരു 10,000 രൂപയുടെ അതിൻ്റെ ചിലവും വരും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്കിലുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഫേസ്ബുക്കിലുള്ളവരാണ്, ചിലരൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവരോട് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. മറുപടി പറയാൻ ഇതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും.